എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 47ഉം 48ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തം തന്നെയാണുള്ളത്. വീണ്ടും മഴക്കാലത്തിനെ പറ്റിയിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് കവി. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലാം. മധുരം തരുണാതപപ്രകാശം ജലദോത്സൃഷ്ടമരണ്യഭൂഷുതോയം ക്ഷിതിസൗരഭവാസിതം പിബന്തോ ന ഗണാസ്തൃപ്തിമിയാശിഷുർമൃഗാണാം. ആദ്യം പദച്ഛേദം പറയാം. മധുരം തരുണാതപപ്രകാശം ജലദോത്സൃഷ്ടം അരണ്യഭൂഷു തോയം ക്ഷിതിസൗരഭവാസിതം പിബന്ത ന ഗണാഹ തൃപ്തിം അയാസിഷു മൃഗാണാം. കഴിഞ്ഞ ശ്ലോകത്തിലെ ചാതകങ്ങൾ കുടിച്ചിട്ട് ബാക്കി വന്ന വെള്ളമാണ് താഴത്തേക്ക് വീണത് എന്ന് പറഞ്ഞു. ചാതകങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഈ മഴക്കാലമാണ്, മഴക്കാലത്ത് കിട്ടുന്ന വെള്ളമാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ശ്ലോകം ചൊല്ലണതിൻ്റെ ഇടയ്ക്ക് ആനകൾക്ക് ഇത് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇവിടെ മാനുകളെ പറ്റിയിട്ടാണ് പറയണത്. മാനുകൾക്കും ഈ മഴയുടെ അല്ലെങ്കിൽ മഴക്കാലത്തുള്ള മണ്ണിൻ്റെ വാസന വളരെ ഇഷ്ടമാണ് എന്ന് സുകുമാരകവി പറയുന്നുണ്ട്. ഈ പ്രകൃതിയെ പറ്റി വർണ്ണിക്കുമ്പോൾ കാളിദാസനെ ഒരിക്കലും പറയാതിരിക്കാനും പറ്റണില്ല. അവിടെ കാളിദാസൻ പറയണത് നീപം ദൃഷ്ട്വാ ഹരിതകപിശം കേസരൈരർദ്ധരൂഢൈരാവിർഭൂത പ്രഥമമുകുളാ കന്ദളീശ്ചാനുഗച്ഛം ജഗ്ധ്വാരണ്യേഷ്വധികസുരഭിം ഗന്ധമാഘ്രായ ചോർവ്യാ സാരംഗാസ്തേ ജലലവമുചൂചയിഷ്യന്തി മാർഗം എന്ന് പൂർവ്വമേഘത്തിലെ 20ാമത്തെ ശ്ലോകം. അവിടെ പറയുന്നുണ്ട്, ഈ മണ്ണിന്റെ മണവും ആസ്വദിച്ചുകൊണ്ട് ഓരോ തടങ്ങളിലും ഓരോ ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെ വളർന്നു നിൽക്കുന്ന കൂണുകളും ചെറിയ സസ്യങ്ങളും ഒക്കെ തിന്ന് നടക്കുന്ന ആ മാനുകള് അധിക സുരഭിയെ, വനങ്ങൾക്ക് അല്ലാതെ തന്നെ നല്ല വാസനയുണ്ട്, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ അധിക ഗന്ധം അതും ആസ്വദിച്ചു വരുന്നതായിട്ടുള്ള മാനുകൾ, ഹേ മേഘമേ നിനക്ക് അളകയിലേക്കുള്ള വഴി കാണിച്ചു തരും എന്ന് പറയുമ്പോൾ അവിടെ മാനുകളെ പറ്റിയിട്ട്, സാരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും വ്യാഖ്യാനിക്കുന്നുണ്ട്. ആനകളെന്നുണ്ട്, വണ്ടുകളെന്നുണ്ട്, മാനുകളെന്നും അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലേക്ക് ഏത് മാനുകളായാലും ആനകളായാലും വണ്ടുകളായാലും ഒക്കെ ചെയ്യുന്നത് ഈ ചെടികൾ തിന്നുക, അതുപോലെ പൂക്കളെ ആസ്വദിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ്. മാനുകൾ എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണമായിട്ട് വ്യാഖ്യാനിക്കാറുള്ളത്. ഈ വാസന നുകർന്നുകൊണ്ട് നിൽക്കുന്ന മാൻകൂട്ടങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ സുകുമാരകവി പറയണത്. മധുരം അന്വയം എങ്ങനെയാണ് തുടങ്ങുന്നത്? മധുരം തരുണാതപപ്രകാശം അരണ്യഭൂഷു ജലദോത്സൃഷ്ടം തോയം പിബന്ത മൃഗാണാം ഗണാഹ. മൃഗങ്ങളുടെ കൂട്ടങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. ആദ്യം വെള്ളം വീഴണതിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചത്. മധുരം തരുണാതപപ്രകാശം തോയം. മധുരം നല്ല സ്വാദുള്ളത്. വെള്ളത്തിന് മധുരമാണെന്നാണ് പറയുക. മധുരം അറിയണമെങ്കിൽ നെല്ലിക്ക തിന്നു നോക്കണം, അപ്പോഴേ വെള്ളത്തിൻ്റെ മധുരം അറിയുള്ളൂ അത്രേ. ഏതായാലും സംസ്കൃത കാവ്യങ്ങളിലൊക്കെ വെള്ളത്തിന് മധുരമുണ്ട് എന്നാണ് പറയുക. മധുരം എന്നുള്ളത് കൊണ്ട് ഏറ്റവും തൃപ്തികരമായത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ അർത്ഥമുണ്ട്. ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം. വെള്ളം കുടിക്കാതെ നമുക്കാർക്കും ജീവിക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് മധുരമുള്ളത് തന്നെയാണ്, ആ മധുരം തന്നെയാണ് വെള്ളത്തിൻ്റെ സ്വാദ്. അങ്ങനെയുള്ളതും മാധുര്യം എന്ന് പറഞ്ഞ സ്വാദുള്ളതും തരുണ ആതപപ്രകാശം, നല്ല തരുണാതപം എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത്, അതായത് പ്രഭാതകാലങ്ങളിലെ സൂര്യൻ്റെ വെളിച്ചത്തിന് നല്ല തെളിഞ്ഞ എന്നുള്ള അർത്ഥത്തിലാണ്. തെളിഞ്ഞ വെള്ളം പോലെയുള്ള അത്രയ്ക്ക് തെളിച്ചമുള്ളതായ തിളങ്ങുന്നതായ വെള്ളത്തുള്ളികൾ. തരുണ ആതപപ്രകാശം. ആ വെള്ളം എവിടെയാണ്? എല്ലാ ദിക്കിലും മഴവെള്ളം വീണു, ഇപ്പം എവിടെ വീണു എന്നാണ് കവി പറയണത്. എന്നാണെങ്കിൽ അരണ്യഭൂഷു കാടുപ്രദേശങ്ങളിൽ ജലദോത്സൃഷ്ടം മേഘങ്ങൾ പെയ്ത് തീർത്തതായ, ജലദം മേഘം, മേഘങ്ങളെ ഉത്സർജിച്ചതായ, താഴത്തേക്ക് പെയ്തു വിട്ടതായ തോയം വെള്ളം. ഒരു വിശേഷണം കൂടി അവിടെ ചേർക്കാനുണ്ട്. ക്ഷിതിസൗരഭവാസിതം. ക്ഷിതിസൗരഭം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മണമുള്ളതായ വെള്ളം, കാട്ടിലെ മണ്ണിന്റെ വാസനയുള്ളതായിട്ടുള്ള വെള്ളം. അപ്പോൾ മഴ പെയ്യുമ്പോൾ കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കൂലോ, ആ വെള്ളത്തിന് ആദ്യത്തെ മഴയായതുകൊണ്ട് മണ്ണിന്റെ വാസനയും കൂടി ഉണ്ട്. അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം അന്വയം പറയാൻ. മധുരം തരുണാതപപ്രകാശം അരണ്യഭൂഷു ജലദോത്സൃഷ്ടം
ക്ഷിതിസൗരഭവാസിതം തോയം, അങ്ങനെ വേണം ആ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അങ്ങനെയുള്ള ആ വെള്ളം പിബന്ത മൃഗാണാം കുല മൃഗാണാം ഗണ, ആ വെള്ളം കുടിക്കുന്നവയായിട്ടുള്ള മാൻകൂട്ടങ്ങൾക്ക് തൃപ്തിം ന അയാസിഷു, അവയ്ക്ക് എന്താണ് സംഭവിച്ചത്? തൃപ്തിം ന അയാസിഷു എന്ന് പറഞ്ഞാൽ തൃപ്തിം ന പ്രാപു, അവയ്ക്ക് എത്ര കുടിച്ചിട്ടും മതിയായില്ല, തൃപ്തി വരണില്ല, മതിയാവണില്ല, പിന്നെയും പിന്നെയും അവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വാസനയുള്ളത് കൊണ്ടാണ്. മാനുകൾക്ക് മണ്ണിന്റെ മണം വളരെ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് വെള്ളം ആവശ്യത്തിലധികം അവർ കുടിച്ചു തീർത്തു എന്നാണ് കവി പറയണത്. എന്ത് ഭംഗിയുള്ള ഭാവനയാണ്! ഭാവനയല്ലാതെ സത്യമായിട്ട് കണ്ടിട്ട് തന്നെ ഉണ്ടാവണം. മഴവെള്ളം ഈ പല പ്രദേശങ്ങളിലും വനത്തില് കാട്ടിലെ പല പ്രദേശങ്ങളിലുമായിട്ട് നിൽക്കുന്നത് മഴ പെയ്ത ഉടനെ തോർന്ന ഉടനെ കുടിക്കുന്ന മാനുകൾ, ആ മാനുകൾക്ക് മതിവരാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അതൊക്കെ ഭംഗിയായിട്ട് വർണ്ണിക്കാൻ കവിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. 48ാമത്തെ ശ്ലോകം നോക്കൂ. വലമാന കദംബഗന്ധവാഹ സ്തനിതോദ്ഗ്രീവമയൂരദത്തകേക ക്ഷിതിഭൃത്തടഭൂമയോ വിരേജുർനിപതൻ നിർജ്ജരവാരിജാത്കൃതിന്യ. നല്ല കടുപ്പുള്ള വാക്കുകളാണ്. അവസാനത്തെ 2 വരി, 3ഉം 4ഉം വരികളിൽ ഇങ്ങനെ കട്ടക്കട്ട എന്നുള്ള വാക്കുകൾ കാണാനുണ്ട്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. വലമാന കദംബഗന്ധവാഹാ സ്തനിതോദ്ഗ്രീവ മയൂര ദത്തകേകാഹ ക്ഷിതിഭൃത്തടഭൂമയ വിരേജു നിപതൻ നിർജ്ജരവാരിജാത്കൃതിന്യ. അതൊറ്റ വാക്കാണ്. ഇവിടെ എന്താ പറയണത്? മഴ പെയ്യുമ്പോൾ ഇടിവെട്ടൂലോ, ആ ഇടിവെട്ടുമ്പോൾ ഉണ്ടാകുന്നതായ ശബ്ദം കേട്ടിട്ട്, മഴയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് മയിലുകൾ സന്തോഷിച്ചു എന്നാണ് പറയണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ മാനുകളെ പറ്റി പറഞ്ഞു, ഇവിടെ മയിലുകളെ പറ്റി പറഞ്ഞു. ഇവരെല്ലാവരും തന്നെ മഴയെ കാത്തിരിക്കുന്നവര്, മഴക്കാലത്ത് സന്തോഷിക്കുന്നവരെ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടവരൊക്കെയാണ്. കാട് പ്രദേശങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ പർവ്വതത്തിന്റെ താഴ്വരകളെ പറ്റിയിട്ട് വർണ്ണിച്ചു തുടങ്ങുകയാണ്. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. ക്ഷിതിഭൃത്തടഭൂമയ. ക്ഷിതിഭൃത്ത്, ക്ഷിതിഭൃത്ത് എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. ഭൂമിയെ ധരിക്കുന്നവൻ ക്ഷിതിഭൃത്ത്. അതായത് ഭൂമിയെ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നത് പർവ്വതങ്ങളാണ് എന്ന് പറയാറുണ്ട്. ആ പർവ്വതത്തിന്റെ പ്രദേശങ്ങൾ, പർവ്വതത്തിന്റെ താഴ്വരകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്ഷിതിഭൃത് തടം, അതാണ് തടം എന്ന് പറഞ്ഞാൽ താഴ്വരയാണ്. ആ താഴ്വര പ്രദേശങ്ങളൊക്കെ തന്നെ വിരേജു, നല്ലവണ്ണം ശോഭിച്ചു, അതാണ് വാക്യം. അതായത് ഈ പർവ്വതത്തിന്റെ, കുന്നിന്റെ താഴ്വര പ്രദേശങ്ങളൊക്കെ നല്ലവണ്ണം ശോഭിച്ചു, നന്നായി വിരാജിച്ചു. എന്തുകൊണ്ടാണ് വിരാജിച്ചത്? അതിന് 2-3 കാരണങ്ങളുണ്ട്. വലമാന കദംബഗന്ധവാഹാഹ സ്തനിതോദ്ഗ്രീവമയൂരദത്തകേകാഹ നിപതൻ നിർജ്ജരവാരിജാത്കൃതിന്യ ക്ഷിതിഭൃത്തടഭൂമയ വിരേജു. ഇതാണ് അന്വയം. ഈ ശ്ലോകത്തിൽ ആദ്യത്തെ വാക്കാണ് വലമാന കദംബ ഗന്ധവാഹ. ഗന്ധവാഹൻ കാറ്റ്, ഗന്ധത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവൻ ഗന്ധവാഹൻ. ആ ഗന്ധവാഹങ്ങൾ ഒന്നൊന്നുമല്ല, കുറേ കാറ്റുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ്. അതിന് എന്തിന്റെ വാസന ഉണ്ടായിരുന്നു? കടമ്പ് വൃക്ഷത്തിന്റെ പൂക്കളുടെ വാസന ഉണ്ടായിരുന്നു. അപ്പോൾ വലമാനം എന്ന് പറഞ്ഞാല് ചുറ്റിക്കറങ്ങി പറന്നുകൊണ്ടിരിക്കുന്ന കദംബത്തിന്റെ ഗന്ധവും പേറി വരുന്ന കാറ്റ്, അതാണ് കദംബ ഗന്ധവാഹ. അങ്ങനെയുള്ള കാറ്റുള്ളത് കൊണ്ടും ആ താഴ്വര പ്രദേശങ്ങളിലെ കടമ്പ വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടാവും, അതിന്റെ ഗന്ധവും പേറി വരുന്ന കാറ്റ്, അതായത് കടമ്പ വൃക്ഷത്തിലെ പൂക്കളുടെ ഗന്ധവും പേറി വരുന്ന കാറ്റ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ആ താഴ്വാര പ്രദേശത്തിന്റെ സ്തനിത ഉദ്ഗ്രീവ മയൂര ദത്തകേകാഹ. സ്തനിതം എന്ന് പറഞ്ഞാൽ ഇടിവെട്ടൽ എന്നർത്ഥം. ഇടിവെട്ടൽ കേട്ടിട്ട്, ഇടിമിന്നലും ഇടിവെട്ടും ഒക്കെ കേട്ടിട്ട് ഉദ്ഗ്രീവം, ഗ്രീവ കഴുത്ത്, ഉദ്ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത് പൊക്കി നോക്കുക അല്ലെങ്കിൽ മുഖം പൊക്കി നോക്കുക. ഇടിമിന്നുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് നോക്കൂലോ, ഇവിടെ മയിലുകളെ നോക്കണതായിട്ടാണ് പറയണത്. അതാണ് സ്തനിത ഉദ്ഗ്രീവ മയൂര ദത്തകേകാഹ. ഈ ഇടിമിന്നൽ കാണുമ്പോൾ മുഖം മുകളിലേക്ക് ആക്കി അതിനെ നോക്കിക്കൊണ്ട് നല്ല ഉച്ചത്തില് കേകാരവം പൊഴിച്ചുകൊണ്ടിരിക്കുന്നവ, അങ്ങനെയുള്ള മയിലുകളോട് കൂടിയ താഴ്വരകള്, അതാണ് സ്തനിത ഉദ്ഗ്രീവ മയൂര ദത്തകേകാഹ. മയൂരങ്ങളാൽ കേകാരവം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നതായ താഴ്വര പ്രദേശങ്ങൾ. ഇനി മറ്റൊന്നെങ്ങനെയാണ്? മറ്റൊരു വിശേഷണം എന്താണ്? നിപതൻ നിർജ്ജരവാരി ജാത്കൃതിന്യ. മഴ പെയ്തു തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ ഇങ്ങനെ ഉറവകൾ പൊട്ടി
വരുന്നത് കൊണ്ട് അതിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ച് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ അതിൻ്റെ ഒരു ഒച്ചയോട് കൂടിയിട്ട്, അതാണ് നിപതൻ നിർജ്ജര വാരി ജാത്കൃതിന്യം. താഴെ കൂടെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ നിർജ്ജരവാരി, നിർജ്ജരം ചെറിയ പ്രവാഹങ്ങൾ, വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിൻ്റെ അതാണ് നിർജ്ജരവാരീണം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ചെറിയ തോടുകൾ, കുഞ്ഞു അരുവികൾ, അതിൻ്റെയൊക്കെ ആ ഒഴുക്ക് കൊണ്ടൊരു ശബ്ദം ഉണ്ടാവുന്നു. അതിനെയാണ് ഝാത്കൃതി അല്ലെങ്കിൽ ഝാത്കാരം എന്നൊക്കെ പറയുന്നത്. ഝാ ഝാ എന്നുള്ളൊരു ശബ്ദം ഉണ്ടാവുന്നു. ഓങ്കാരം, അതുപോലെ ഝങ്കാരം എന്നൊക്കെ പറയുന്നത് പോലെ ഝാത്കാരം, വെള്ളം ഒഴുകുന്ന ശബ്ദം. അങ്ങനെ ഝാത്കാരത്തോടു കൂടിയ ആ താഴ്വര പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ഷിതിഭൃത്തടഭൂമികൾ, ആ പർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് വിരാജിച്ചു. അതിന് കാരണം സുന്ദരമായിട്ടുള്ള കാറ്റ്, കടമ്പിൻ പൂവിൻ്റെ മണവും ഏറി വരുന്നതായ കാറ്റ്, ഇടിമിന്നൽ കണ്ടിട്ട് ഉറക്കെ കേകാരവം പൊഴിക്കുന്ന മയിലുകളുടെ കൂട്ടങ്ങൾ, അതിങ്ങനെ കൂട്ടത്തോടു കൂടിയിട്ട് മയിലുകൾ നടക്കണം, അതിൻ്റെ ഭംഗി, പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉറവ പൊട്ടി ഒഴുകി അതിൻ്റെ ശബ്ദം, കളകളാരവം ഇങ്ങനെ കേൾക്കാനുമുണ്ട്. അപ്പോൾ കളകളാരവം പൊഴിക്കുന്ന അരുവികളുടെ ശബ്ദത്തോടു കൂടിയ അങ്ങനെ അതോടുകൂടിയ ഈ പർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശങ്ങൾ വിരാജിച്ചു എന്നാണ് കവി പറയണത്. മഴക്കാലത്തിൻ്റെ സുന്ദരമായിട്ടുള്ള വർണ്ണനകൾ നമുക്ക് ശ്ലോകങ്ങളൊന്നുകൂടി ചൊല്ലി നോക്കാം. മധുരം തരുണാതപപ്രകാശം ജലദോത്സൃഷ്ടമരണ്യഭൂഷുതോയം ക്ഷിതിസൗരഭവാസിതം പിബന്തോ നഗണാസ്തൃപ്തിമിയാസിഷുർമൃഗാണാം വലമാനകദംബഗന്ധവാഹ സ്തനിതോദ്ഗ്രീവമയൂരദത്തകേകാ ക്ഷിതിഭൃത്തടഭൂമയോ വിരേജുർനിപതൻ നിർജ്ജരവാരി ഝാത്കൃതിന്യ. ഝാത്കൃതിന്യ എന്ന് പറഞ്ഞാൽ ഝാത്കാരം പുറപ്പെടുവിക്കുന്നവൾ അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്നവർ, സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനമാണ്. അങ്ങനെ ശബ്ദമുണ്ടാക്കുന്നവർ, മഴവെള്ളം ഒഴുകിപ്പോകുന്ന കുഞ്ഞരുവികളായിട്ട് ഒഴുകി ഇങ്ങനെ വീഴുന്നതിൻ്റെ ശബ്ദമുള്ളതായ കാട്ടുപ്രദേശങ്ങൾ എന്നർത്ഥം. അങ്ങനെ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.